അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഉസ്താദ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഷുവിൻ്റെ വീട്ടിൽ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹ് വേഗം നടത്തുവാനാണ് എല്ലാവരുടെയും പ്ലാനിങ്. അതെ, ഇരു കൂട്ടരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും. എന്നാൽ ആയിഷുവിൻ്റെ ഉപ്പ പറയാണ്, അത് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. എന്തേ? പെട്ടെന്ന് ഐഷുവിൻ്റെ ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ, അടുത്ത വെള്ളിയാഴ്ചയെ? അതിപ്പോ ദിവസമല്ലല്ലോ. എന്താ പിന്നെ അങ്ങനെ പറഞ്ഞാൽ? പെൺകുട്ടികളല്ലേ, വേഗം കെട്ടിച്ചു വിടല്ലേ നല്ലത്. എന്നാ പിന്നെ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാണ് സമാധാനമായി. അല്ലെങ്കിൽ നമുക്ക് ബേജാറാണ്. ആ ബേജാറ് മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടൊയ്യൂല. അല്ലാന്ന് പെട്ടെന്ന് നിക്കാഹ് അടുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോ ആയി കിട്ടുമോ? നിക്കാഹല്ലേ, കൂട്ടിക്കൊണ്ടോലൊന്നും ഇപ്പം ഇല്ലല്ലോ. നിക്കാഹ് കഴിഞ്ഞോട്ടെ, എന്നാ പിന്നെ കുട്ടികൾക്കത് ഹലാലായല്ലോ. എന്നാ പിന്നെ ഉൽക്ക് വിളിയും കാര്യങ്ങളും ടൂറ് പോക്കും ഒക്കെ നടത്താം. മറ്റേത് എന്തിനാ ഇപ്പം നമ്മളവരെ കെട്ടിയിട്ട പോലെ നിർത്തുന്നത്? നിക്കാഹ് കഴിഞ്ഞ ഹലാലായി, അതല്ലേ നല്ലത്. പിതാവിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉമ്മയും മൗനത്തോടെ സമ്മതം പറഞ്ഞു. ആ, എന്നാ പിന്നെ അങ്ങനെ അതാ അവരുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറയുകയാണ്. അതെ, അടുത്ത വെള്ളിയാഴ്ചക്കാക്കാം അല്ലേ, ഇൻഷാ അല്ലാ. ഇന്നാണ് ആ ദിവസം. ഐഷുവിൻ്റെ നിക്കാഹ് ദിവസമാണ് ഇന്ന്. അതെ, ഹബീബ് ഉസ്താദിൻ്റെ മണവാട്ടിയാകാൻ പോകുന്ന ദിവസം. ആയിഷ ഹദിയ ഹബീബ് സക്കാഫിയുടെ ഇണയാവുകയാണ് ഇന്ന്. അവൾ ഹബീബ് സക്കാഫിയുടെ സ്വന്തമാകുകയാണ്. രാവിലെ തന്നെ വീട്ടിൽ നല്ല തിരക്കായിരുന്നു. ആയിഷു സുബഹിക്ക് തന്നെ എണീച്ച് ഫ്രഷ് ആവാനായിട്ട് പോയി. കയ്യിലിട്ടിരിക്കുന്ന മൈലാഞ്ചി നല്ലവണ്ണം ചോന്നിട്ടുണ്ടായിരുന്നു. അവൾ ഫ്രഷായി സുബഹി നിസ്കരിച്ചു ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, ഖൈറായ ദാമ്പത്യ ജീവിതം എനിക്ക് നീ നൽകണേ അല്ലാ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മയും അമ്മായിമ്മമാരും കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും അതാ വന്നുകൊണ്ടിരിക്കുന്നു. അവളെ മാറ്റിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷംനയും വന്നിരുന്നു. മാറ്റിക്കുന്നതിനിടയിൽ എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട്. നല്ലൊരു സുന്ദരനായ ഉസ്താദിനെ കിട്ടിയിരിക്കണല്ലേ. നടക്കട്ടെ എന്തായാലും, മാഷാ അല്ലാ. എല്ലാവരും അവളെ കളിയാക്കിയപ്പോൾ അവൾ നാണത്താൽ മുഖം താഴ്ത്തി. നോക്കട്ടെ മൈലാഞ്ചിയൊക്കെ. ആഹാ, ഹബീബ് സക്കാഫിയുടെ പേരെഴുതിയിട്ടുണ്ടോ? അവൾ പതുക്കെ ആ കൈയൊന്ന് വലിച്ച്. പിന്നെ അത് പിന്നെ എഴുതാതിരിക്കോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. അവളെ മണവാട്ടിയായി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും നോട്ടം അവളിലായിരുന്നു. മാഷാ അല്ലാ, എന്ത് മനോഹരമായിരിക്കുന്നടി. കണ്ണെടുക്കാൻ തോന്നണില്ല. എന്ത് ലുക്കാണ് മോളെ, ഇത്രക്ക് മൊഞ്ചത്തിയായിരുന്നോ? ഷംനുവിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഒന്ന് പോടി, എന്നെ നീ കളിയാക്കല്ലേ, ആയിഷു പറയുകയാണ്. സത്യമായിട്ടടി നല്ല മൊഞ്ചത്തി പെണ്ണായിട്ടുണ്ട്. ഡി, ഞാൻ കളിയാക്കിയൊന്നുമല്ല കേട്ടോ. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് നിന്റെ സുൽത്താൻ വരുമല്ലോ, ഹബീബ് ഉസ്താദ് അല്ലേ? അവനുള്ളതാണല്ലേ ഈ മൊഞ്ച് മുഴുവൻ. അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഒന്ന് പോടി പെണ്ണേ. അങ്ങനെ അതാ ഉപ്പ അവളുടെ അരികിലേക്ക് വരുന്നു. അവളെ കണ്ടതും ഉപ്പ, മാഷാ അല്ലാ, ഉപ്പാൻ്റെ കുട്ടി മൊഞ്ചത്തി കുട്ടിയിക്കണല്ലോ. പിതാവ് അതാ അവളെ കെട്ടിപ്പിടിച്ചു. അല്ലുട്ടിയെ, ഉപ്പാൻ്റെ കുട്ടിനോട് ഒരു കാര്യം ഞാൻ വ്യക്തമായി ചോദിച്ചിട്ടില്ല കേട്ടോ. എന്തുപ്പാ? അല്ല, ഉപ്പാൻ്റെ കുട്ടിക്ക് സമ്മതല്ലേ? ഉപ്പ പിടിയുന്ന മനസ്സോലെ അവളോട് ചോദിച്ചു. അതെ, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ അവൾ സമ്മതമാണെന്ന് അറിയിച്ചു. എന്നാൽ ഈ കാഴ്ച കണ്ടു നിന്നവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞുപോയി. മക്കൾ എത്ര വലുതായി എന്നൊക്കെ പറഞ്ഞാലും ഉപ്പമാർക്ക് എപ്പോഴും പെൺമക്കളെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ. ഉപ്പാൻ്റെ കുട്ടി, അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 മണിക്ക് അതാ നിക്കാഹിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരും എത്തിത്തുടങ്ങി. അതാ ഹബീബ് ഉസ്താദും നിക്കാഹിന് വേണ്ടി മണവാളനായി ആ സദസ്സിലേക്ക് വന്നിരുന്നു. എല്ലാവരുടെയും നോട്ടം സുന്ദരനായ ആ പുതിയാപ്പിളയുടെ മുഖത്തേക്കായിരുന്നു. നല്ല മൊഞ്ചാണല്ലോ. കുഴപ്പമില്ല, നല്ലൊരു ആള് തന്നെ. സത്യത്തിൽ യൂസുഫ് നബി ആണെന്ന് വരെ തോന്നിപ്പോവാണ്. അല്ല, ഇത്രയധികം മൊഞ്ചുണ്ടാവോ? നിക്കാഹിന് വന്നവരെല്ലാം ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ നമ്മുടെ പ്രിയപ്പെട്ട ആയിഷയെ അതാ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദിന് വേണ്ടി
ആ ഉപ്പ കൈകൾ കൊടുക്കുന്നു. കബിൽത്തു. അദ്ദേഹം അത് പറയുമ്പോൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അതെ, ഹബീബ് ഉസ്താദ് അവളെ ഏറ്റെടുക്കുകയാണ്, തൻ്റെ ഭാര്യയായി ഇണയായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നിക്കാഹ് കഴിഞ്ഞു. ഉപ്പ ഹബീബ് ഉസ്താദിൻ്റെ അടുക്കലേക്ക് ചെന്നു. മോനെ ഹബീ, എൻ്റെ കുട്ടിയെ പൊന്നു പോലെ നോക്കണം കേട്ടോ. ആ ഉപ്പ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ ഹബീബ് ഉസ്താദ് ഒരു പുഞ്ചിരിയാൽ സമ്മതം അറിയിച്ചു. ഉപ്പ, മരിക്കോളം പൊന്നു പോലെ നോക്കും ഇൻഷാ അല്ലാ. അങ്ങനെ അതാ നിക്കാഹ് എന്ന കർമ്മം വളരെയധികം സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ അതാ ഹബീബ് ഉസ്താദിൻ്റെ സ്വന്തമായി മാറി എന്നർത്ഥം. ആഷിയും ആദിലും ഹബീബ് ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് അതാ പറയുന്നു. ആഷിയും ആദിലും ആയിഷയുടെ ആങ്ങളമാരായിരുന്നു. എടാ, പെങ്ങളെ പൊന്നുപോലെ നോക്കിക്കോണേ, പാവാണ് കേട്ടോ, എട്ടുപൊട്ടും തിരിഞ്ഞിട്ടില്ല കേട്ടോ. അതെ, അവർ ഫ്രണ്ട്സുകളായിരുന്നു, എങ്കിലും അവർ ആ സൗഹൃദം വെച്ച് അങ്ങനെ പറഞ്ഞു. പക്ഷേ ആങ്ങളമാരുടെ കണ്ണുകൾ എറിയുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു. അങ്ങനെ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞ് പുറപ്പെട്ടു വീട്ടിലേക്ക്. നിക്കാഹ് കഴിഞ്ഞുട്ടോ എന്ന് ആരോ വന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് ആ ഒരു വാർത്ത അകത്തളങ്ങളിലേക്ക് എത്തി. അത് നിക്കാഹ് കഴിഞ്ഞിക്കണല്ലോ, വരുന്നുണ്ടല്ലോ പുതിയാപ്പിളാരൊക്കെ. തന്നെ പഠിച്ചോനെ, അല്ലാ, നിക്കാഹ് കഴിഞ്ഞല്ലോ. ആ, കൃത്യസമയത്ത് കഴിയൂലേ, എല്ലാം റെഡിയല്ലേ. എന്നാൽ അത് കേട്ടപ്പോൾ ആയിഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷംന അവളെ കളിയാക്കി. അല്ല പെണ്ണേ, പിന്നെ എന്തപ്പോൾ കരയുന്നത്? നിക്കാഹ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കരയാണോ വേണ്ടത്? സന്തോഷിക്കല്ലേ പെണ്ണേ വേണ്ടത്? ഓ പിന്നെ ഇത് എന്തൊക്കെയായിരുന്നു, ഇപ്പം എന്താ നിക്കാഹ് കഴിഞ്ഞപ്പോൾ കരയേ? എന്തെന്നറിയില്ല, മനസ്സിനുള്ളിൽ സന്തോഷമോ സങ്കടമോ അറിയുന്നില്ല. അത് കേട്ടപ്പോൾ മഹറുമായി അതാ ഹബീബ് ഉസ്താദ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടച്ചു. പിന്നെ അവർ മഹർ കെട്ടാനായിട്ട് വരുന്നുണ്ട് കേട്ടോ, ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്, ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതാ അവരെല്ലാവരും കയറി വരുന്നു. സത്യം പറഞ്ഞാൽ ആയിഷ എന്ന മണവാട്ടിയെ കാണാൻ അവരെല്ലാവരും തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. വന്നവർക്കെല്ലാം മണവാട്ടിയെ കാണണം. പെട്ടെന്നതാ ഐഷുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, ബാബി അസ്സലാമു അലൈക്കും. അതെ, ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അത്. ഒരു നിമിഷം ആയിഷ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ആരാന്ന് മനസ്സിലായല്ലോ? ഇത് എന്നെ മനസ്സിലായോ? ഞാൻ ഐഷുവിൻ്റെ ഹബിക്കാൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ പേര് കുഞ്ഞോള്. കുഞ്ഞോളെന്നാണ് വിളിക്കാറുള്ളത്. ഓ, ഒരു നിമിഷം അവൾ വഅലൈക്കും അസ്സലാം. ആയിഷു സലാം മടക്കി. പെട്ടെന്ന് അവളത് പറയുന്നു. അതെ ഇത്താത്ത, നിങ്ങൾ ഇത്ര സുന്ദരിയായിരുന്നോ? ആയിഷു ഒന്ന് ചിരിച്ചു കൊടുത്തു. അവളുടെ മനസ്സിൽ എന്തെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതെ, എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നാണം വരികയാണ് ചെയ്തത്. അങ്ങനെ മഹർ കെട്ടാനായിട്ട് അതാ ഹബീബ് ഉസ്താദ് വരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പുതുമാരൻ എൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ആയിഷുവിന് പേടിച്ചിട്ട് കൈയും കാലും വിറക്കായിരുന്നു. അതെ, മണവാളം വരുന്നുണ്ട്, മാറിക്കൊടുക്കി, ഒരു വഴിയൊക്കെ കൊടുക്കി. അത്ര തിരക്കായിരുന്നു വീട്ടിൽ. അവളുടെ കൈകാലുകൾ പേടിച്ച് വിറച്ച് അവൾക്ക് എന്തൊക്കെയോ ആവുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കളി കണ്ടിട്ട് ഹബീബ് ഉസ്താദ് തന്നെ ചിരി വരികയാണ്. അസ്സലാമു അലൈക്കും. ഹബീബ് ഉസ്താദ് അതാ അവളുടെ അരികിലേക്കെത്തി സലാം പറഞ്ഞു. അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, വഅലൈക്കും അസ്സലാം. എന്താ ഇത്രമാത്രം പേടിച്ച് വിറക്കാൻ? ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചിട്ടാണോ? അവൾ അത് പറഞ്ഞപ്പോൾ നാണിച്ച് തല താഴ്ത്തിയിട്ട് പറഞ്ഞു, അത് എന്നാൽ മഹർ കഴുത്തിലിടട്ടെ? സമ്മതത്തോടെയാണ് അദ്ദേഹം അത് ചോദിച്ചത്. എന്നാൽ അവൾ മൗനത്തോടെ എന്ന് ചെറുതായി ഒന്ന് മൂളി. അങ്ങനെ അതാ ഐഷുവിൻ്റെ ഹബിക്ക മഹർ ചാർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മഹർമാല അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. എന്നാൽ ഹബീബ് എന്ന് പേരെഴുതിയ ആ ഒരു മാലയിൽ അവൾ ആ മഹർമാലയിൽ അല്പസമയം കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. അല്ലാ, അവളൊരു ദീർഘനിശ്വാസം
വിട്ടും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സൗഭാഗ്യമായിട്ടാണ് അവൾക്കത് തോന്നിയത്. അങ്ങനെ എല്ലാവരും പോയി. തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോഴേക്കും ആയിഷു നന്നേ അങ്ങ് ക്ഷീണിച്ചിരുന്നു. ഓ റബ്ബേ, എത്ര സമയമായി ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നു. അല്ലാ, നിസ്കരിക്കണല്ലോ. തൻ്റെ പ്രിയപ്പെട്ട ഹബിക്ക മഹർ ചാർത്തി തിരികെ പോകുമ്പോൾ അവളുടെ മിഴികൾ അറിയാതെ അവനിലേക്കൊന്നുടക്കി. അതെ, പോകാൻ ആഗ്രഹമില്ലായിരുന്നു ഹബിക്ക്. എന്നാൽ അവൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു ആ ദിവസം. അവളൊന്ന് ഫ്രഷായി കുളിച്ച് അതാ നിസ്കരിച്ചു. അറിയാതെ ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അസർ ബാങ്ക് കേട്ടു. റബ്ബേ അല്ലാ, അവൾ വേഗം ഉളൂഹ ചെയ്ത് നിസ്കരിച്ചു. നേരെ അടുക്കളയിലേക്ക് പോകുന്നു. മഹർമാലയണിഞ്ഞ ആയിഷു അതാ അടുക്കളയിലെത്തുന്നു. ഉമ്മ വിളിക്കുന്നു. മോളെ ആയിഷു, നല്ല ഉറക്കമായിരുന്നില്ലേ? ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഉറങ്ങായിരുന്നു. ആ എന്താ, നിസ്കാരപ്പായ കൂടെ തന്നെ അതിൽ തന്നെ കിടന്ന് ഉറങ്ങിയോ? ഉമ്മ അതറിയാതെ. ആ ക്ഷീണം ഉണ്ടാവും, രാവിലെ മാറ്റിയൊരുങ്ങി നിന്നതല്ലേ. ആ സാരല്ല കേട്ടോ. ഉമ്മ ചായ. മോളെ നല്ലോണം ഉറങ്ങി തെളിഞ്ഞല്ലേ? പെട്ടെന്ന് ഇക്കാക്ക, ആ ഉമ്മ അവൾ നല്ലോണം ഉറങ്ങട്ടെ, ഇനി ഒരുത്തിൻ്റെ ഉറക്കം കളയാൻ പോകാതിരുന്നാൽ മതി. ആഷിയാണ് അത് പറഞ്ഞത്. പോടെ കുരങ്ങ. ആയിഷു, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ? നിക്കാഹ് കഴിഞ്ഞു, എന്നിട്ട് നിങ്ങളെ കുട്ടികൾ ഇപ്പോഴും മാറ്റില്ലേ? ഈ പോടി കുട്ടി പിശാച്ചേ. ആഷിയുടെയും വക. അതെ, അത് നിൻ്റെ മറ്റവന് കേട്ടോ. ആഷി അത് വീണ്ടും പറയുന്നു. ഉമ്മക്ക് ദേഷ്യമാണ് വന്നത്. എന്താ മക്കൾ, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴും നിങ്ങളെ കുട്ടികളിക്ക് ഒരു കുറവുമില്ലേ? വല്ലാത്തൊരു പുതുമന്നാണല്ലോ ഇപ്പോൾ ഇത്. അതെ, അത് നിൻ്റെ ഇതും കൂടി ആയപ്പോഴേക്കും ആയിഷുവിന് നല്ലോണം ദേഷ്യമാണ് വന്നത്. ആയിഷു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആഷിക്ക് ഒരു കുഞ്ഞിനെ കുത്തി കാണിച്ചു കൊടുത്ത് ഒറ്റ ഓട്ടം. പിന്നാലെ ആഷിയും. എന്നാൽ അവർ ഓടുന്നതിനിടയിൽ പെട്ടെന്നതാ ആരോ കൂട്ടിമുട്ടി. ആരിപ്പോൾ ഈ സമയത്ത് എന്ന് കരുതി തല പൊക്കി നോക്കിയപ്പോൾ വന്ന ആളെ കണ്ട് ആയിഷുവിൻ്റെ കളിയും ചിരിയും എല്ലാം അങ്ങ് മാഞ്ഞു പോയി. മനസ്സിൽ ഒരു പേടി വന്നു. ഒരു നിമിഷം അവൾ തല ഉയർത്തി മുഖത്തേക്ക് നോക്കി. റബ്ബേ, ഹബീബ് ഉസ്താദായിരുന്നു അത്. അവൾക്കാകെ ചമ്മലായി. ഇനി ഹബീബ് ഉസ്താദ് എന്ന് നമ്മൾക്കൊന്ന് മാറ്റി പിടിച്ചാലോ? ഹബി എന്നാക്കാം അല്ലേ? ആയിഷുവിൻ്റെ ഹബിക്ക വന്നു. എങ്ങോട്ടാ ഓടുന്നതിൻ്റെ പെണ്ണെ? ഹബിയുടെ ആ ഒരു വാക്ക് കേട്ട് അത് പിന്നെ ആയിഷു കിടന്നുരുണ്ട് കളിക്കാൻ തുടങ്ങി. അപ്പം പെട്ടെന്ന് ആയിഷ അങ്ങോട്ട് വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഹബിയ. എന്താ അളിയ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറി വരി. നിങ്ങൾ നല്ല കളിയാണെന്ന് തോന്നുന്നല്ലേ? എന്താ ഓട്ട മത്സരമായിരുന്നോ? ഹബിയുടെ ആ വാക്കിന് മുമ്പിൽ ആഷിക്കും നാണം വന്നു. അളിയൻ പെട്ടെന്ന് വരുന്നേ വിചാരിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹബീബ് ഉസ്താദൊന്നും വിളിക്കണില്ല കേട്ടോ, എൻ്റെ അളിയനല്ലേ, ഞാനും ഹബീന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതിന് എൻ്റെ പെണ്ണിനെ അങ്ങനെ വിളിക്കണ്ടേ? ഹബി ഒന്ന് കണ്ണ് ചിമ്പിക്കൊണ്ട് പറഞ്ഞു. ആ അവളല്ലേ അങ്ങനെയൊക്കെ വിളിക്കേണ്ടത്. ഉസ്താദ് അത് പറഞ്ഞ് ആയിഷുവിനെ ഒന്ന് നോക്കി. എന്നാൽ ആയിഷയും ആങ്ങളെയും ചെറിയൊരു പോരാട്ടത്തിൽ തന്നെ ആയിരുന്നു. ഇത് കണ്ട ഹബി ഒന്ന് വിരൽ ഞൊടിച്ചപ്പോൾ അവൾ ഹബിയോട് പറഞ്ഞു, അകത്തേക്ക് കയറിക്കോളി. എന്നാൽ ആയിഷുവിൻ്റെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ട് ഹബി ചോദിക്കാണ്, അല്ല ഇതിപ്പോൾ എന്താ മുഖക്ക് വീർപ്പിച്ചിരിക്കുന്നത്? അത് എന്നായിട്ട് അടിയുണ്ടാക്കിയായിരുന്നു ആഷി. പോത്ത് പോലെ വലുതായിക്കണ്, എന്നിട്ടും ആ കൊച്ചിനെ ആയിട്ട് അടിയുണ്ടാക്കി നടന്നോ? ഹബി ആഷിനോടായിരുന്നു അത് പറഞ്ഞത്. അപ്പോഴാണ് ഉമ്മ വരുന്നത്. ഉമ്മയെ കണ്ട ഉടൻ തന്നെ മരുമകൻ സലാം പറയുന്നു. അസ്സലാമു അലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം. മോനെ എപ്പോൾ വന്നു? ദാ ഇപ്പോൾ ഒന്ന് കയറുന്നേ ഉള്ളൂ. ആ മോൻ അകത്തേ കയറിയിരിക്കേ. മോൾ അകത്തുണ്ട്, ഞാൻ വിളിച്ചോട്ടെ? ഉമ്മ അത് വേണ്ട, ഞാൻ കണ്ടിരുന്നോ, ഞാൻ പോയി നോക്കിക്കോളാം. ആ ഹബിയുടെ വാക്കിന് ഉമ്മ സമ്മതം മോളി. ഹബിയത അവിടെ നിന്ന് എഴുന്നേറ്റ് ആയിഷുവിൻ്റെ റൂമിലേക്ക് പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതെ,
ആ വാതിൽ അവിടെ ചാരിയിട്ടിരിക്കുന്നു. ഹബീബ് ഉസ്താദിന് അകത്തേക്ക് കടക്കാൻ അല്പമൊരു പ്രയാസം തോന്നുകയാണ്. എങ്കിലും ആയുഷ് മാത്രമല്ലേ അവിടെയുള്ളൂ. അദ്ദേഹം പതുക്കെ അകത്തേക്ക് കയറി. ആയിഷ. ഉസ്താദിൻ്റെ ആ ഒരു വിളി കേട്ടപ്പോൾ ശരിക്കും അവളൊക്കെ വിയർത്തു പോയി. അവൾക്ക് ഭയം തോന്നി. അതെ, അവൾ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ പതുങ്ങിയിരുന്നു. ആഹാ, എന്താ ഇക്കാക്കയുമായിട്ട് തല്ലുകൂടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തായിരുന്നു ഓട്ടവും ചാട്ടൊക്കെ? എന്താ പേടിച്ചു പോയോ? ഹബീബ് ഉസ്താദിൻ്റെ മനോഹരമായ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരിക്കും അവളൊന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, അതെ, ഹബീബ് ഉസ്താദ്, എന്നെ പഠിപ്പിക്കാൻ വന്ന ഹബീബ് ഉസ്താദ് ഇതാ എൻ്റെ മണവാളനായി എൻ്റെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു നിമിഷം ഐഷു ആ ഒരു സ്വപ്നലോകത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.